പലതരത്തിലുള്ള അരികളുണ്ടല്ലേ. നമ്മൾ ബസുമതി റൈസ് ഉണ്ട്, ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന ബസുമതി റൈസ്, ഇത് വെള്ളരിയാണ്. അതുകൂടാതെ നമ്മൾ ദോശയും അതുപോലെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാനായിട്ട് വെള്ളരി ഉപയോഗിക്കാറുണ്ട്. ഇതുകൂടാതെ ചോറ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്തുണ്ടാക്കും, അതും വെള്ളരി ഉപയോഗിക്കാറുണ്ട്. പിന്നെ ബ്രൗൺ റൈസ് ഉണ്ട്. ഇത് കൂടാതെ തവിട് ഒട്ടും കളയാത്ത തവിടരിയുണ്ട്. അപ്പോൾ ഇത്രയും പലതരത്തിലുള്ള അരികളുണ്ടെങ്കിലും ഏറ്റവും നല്ല അരി എന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം. എന്താണ് ഏറ്റവും നല്ലത്? തവിടരിയാണ്. അപ്പോൾ തവിടരി ഉണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഏകദേശം 100 ഗ്രാമിൽ ഏകദേശം 2 ഗ്രാമിന് അടുപ്പിച്ച് ഫൈബർ ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. അതേ സമയത്ത് നമ്മുടെ ഈ വെള്ള അരിക്കകത്ത് 0.4 ഗ്രാം മാത്രമേ അതിൻ്റെ അകത്ത് ഫൈബർ അടങ്ങിയിട്ടുള്ളൂ. എന്താണ് ഇത് അത്രയധികം ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫൈബർ ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ദഹനം നടക്കുകയും നമ്മുടെ ശരീരത്തോട്ട് ഉണ്ടാകുന്ന സ്പൈക്ക്, ഷുഗർ വളരെ വേഗത്തിൽ വരുന്ന സ്പൈക്ക് വളരെ പതുക്കെ മാത്രമേ ഇത് കഴിക്കുമ്പോൾ ഉണ്ടാവുള്ളൂ. അതേ സമയത്ത് നമ്മൾ വെള്ളരി കഴിക്കുവാണെങ്കിൽ വളരെ വേഗത്തിൽ ആ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുത്തനെ പോകാനും നമുക്ക് കുറേ നാൾ കഴിയുമ്പോൾ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ വർക്കാവാതെ വയറിന് ചുറ്റും പൊണ്ണത്തടി വരാനും അതുപോലെ തന്നെ നമുക്ക് പ്രമേഹവും അമിത രക്തസമ്മർദ്ദവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ഇനി വെള്ളരി മാത്രമേ കഴിക്കാൻ പറ്റുമെങ്കിൽ വളരെയധികം ലിമിറ്റ് ചെയ്ത് കഴിക്കുക. ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ വരാം.